ഇത് കടച്ചക്ക പുഴുങ്ങി തിന്നാൻ പോവാ കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കടച്ചക്ക ഇനി ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചതുര കഷ്ണമായിട്ട് മുറിച്ചെടുത്താൽ മതി. പിന്നെ ആവശ്യമുള്ളത് അതാ ഒന്നാം പാല്, രണ്ടാം പാല്, പിന്നെ കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും. എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പച്ചമുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങി തിന്നാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കടച്ചക്ക പുഴുങ്ങി തിന്നുന്നത്. നമുക്കിന്നിപ്പം ഒരു വ്യത്യസ്തമായിട്ട് അങ്ങ് കഴിച്ചേക്കാവേ. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. വായോ. ആദ്യം തന്നെ ഞാൻ ഈ കടച്ചക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളയട്ടെ. ഇതുണ്ട്, ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അങ്ങ് അരിഞ്ഞാൽ മതി. കണ്ടോ, ഇത്ര വലിപ്പത്തിൽ. കടച്ചക്കയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കുറച്ച് പച്ചമുളക്, ഒരെണ്ണം ചതച്ചാൽ മതി. ഇത് 3 എണ്ണം ചതച്ചതാ, അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ഇതാ കുറച്ച് ചെറിയുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, രണ്ടാം പാൽ ഒഴിച്ചും കൊടുക്കാം. തീയൊക്കെ കത്തിക്കുക. സ്റ്റൗ ഓൺ ചെയ്തു മൂടി വെച്ച് വേവിച്ചെടുക്കാം. കടച്ചക്കയൊക്കെ ഒന്ന് തുറന്നു നോക്കണ്ടേ. നോക്കിയേ, കടച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. രണ്ടാം പാലിനകത്ത് കിടന്ന് കടച്ചക്ക വെന്തിട്ടുണ്ട്. ഇനിയില്ലേ, തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മളൊരു ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായാൽ മതിയേ. ആ സമയം കൊണ്ട് ഒരു വറവും കൂടെ ഇടാനുണ്ട്. അപ്പോൾ അതാ എടുത്ത് മാറ്റി വെച്ചു. ഒരു പാൻ അടുപ്പ് വെച്ചു. ഒരു ചെറിയൊരു വറവ്, കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഇതാ അരിഞ്ഞു വെച്ച ചെറിയുള്ളി, 2 പച്ചമുളക് ഒരെണ്ണം ചതച്ച് വെച്ചത്, ഒരെണ്ണം അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്കൊന്ന് ഇടാവേ. കടച്ചക്ക നമ്മൾ ഉടക്കരുത്. അതുപോലെ തന്നെ നല്ല വിളഞ്ഞ കടച്ചക്ക ആയിരിക്കാൻ വേണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് 4 മണിക്ക് കഴിക്കാനോ, തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ കുറുവേ, അല്ലെങ്കിൽ വെറുതെ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. ഇതാ കഴിച്ചു നോക്കണ്ടേ. നല്ല ചൂടാ, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കടച്ചക്ക പുഴുങ്ങിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.